സനാതൻ സംസ്ഥയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആനന്ദപ്രാപ്തിക്കായി സാധന എന്ന ആത്മീയ പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കുമാരി അദിതി പ്രസാദ് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ സാധനയുടെ മഹത്വം, പിതൃദോഷ നിവാരണത്തിനായി ദത്താത്രേയ ഭഗവാന്റെ നാമജപത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ പ്രഭാഷണത്തിൽ സുഖവും ദുഃഖവും, സാധനയുടെ സിദ്ധാന്തങ്ങളായ പുനർജന്മ സിദ്ധാന്തം, കർമ്മഫല സിദ്ധാന്തം, മനുഷ്യൻ വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്നതിന് പിന്നിലുള്ള കാരണം, കുലദേവതയുടെ നാമജപത്തിന്റെ മഹത്വം എന്നീ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സുഖവും ദുഃഖവും അനുഭവിക്കാറുണ്ട്. നമ്മളെല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കുന്നത് ദുഃഖമാണ്, അല്ലേ? സാധാരണയായി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 25% സുഖവും 75% ദുഃഖവുമാണ് ഉള്ളത്. ജീവിതത്തിൽ ആനന്ദം എങ്ങനെ നേടണം എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കുറച്ച് സമയത്തേക്കെങ്കിലും ആനന്ദം അനുഭവിക്കാൻ ശ്രമിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഗാനം കേൾക്കുക, ഇഷ്ടപ്പെട്ട സിനിമ കാണുക മുതലായവ. പക്ഷെ ഇതിൽ നിന്നും കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന സുഖം താൽക്കാലികമായിരിക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവ മുഖേനയായിരിക്കും ആ സുഖം അനുഭവിക്കുന്നത്. ഇനി അസുഖം വന്നാലോ, അസുഖം മാറാൻ വേണ്ടി മരുന്നുകൾ കഴിക്കുന്നു. ഇനി വീട്ടിലെ മൊബൈലോ ടിവിയോ വാഷിംഗ് മെഷീനോ കേട് വന്നാൽ അത് നന്നാക്കാൻ മെക്കാനിക്കിനെ വിളിക്കുന്നു. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളെ അകറ്റാനും മനുഷ്യർ ശ്രമിക്കുന്നു. പക്ഷെ ഇതിൽ നിന്നും ശാശ്വതമായ ആനന്ദം ലഭിക്കാറില്ല. മഹാരാഷ്ട്രയിലെ സത്പുരുഷനായ സന്ത് തുക്കാറാം മഹാരാജ് പറഞ്ഞത് എന്താണ്? അദ്ദേഹം സുഖദുഃഖത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സുഖം ഒരു കടുകുമണിയെ പോലെയാണ്, എന്നാൽ ദുഃഖം പർവ്വതം പോലെയും. വിവേകാനന്ദ സ്വാമികൾ സുഖദുഃഖത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സുഖവും ദുഃഖവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. മനുഷ്യർ സുഖമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ സംഘർഷം കൂടാതെ സുഖം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എല്ലാവരും ആനന്ദ സ്വരൂപനായ ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരാനുള്ള ആഗ്രഹം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖ ദുഃഖത്തിന് പിന്നിലുള്ള കാരണവും അതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ദുഃഖങ്ങൾക്ക് പിന്നിൽ 3 കാരണങ്ങളാണുള്ളത്: ശാരീരികം, മാനസികം അല്ലെങ്കിൽ ആധ്യാത്മികം. ശാരീരികമായ ദുഃഖം എന്താണ്? നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കാരണം വരുന്ന അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുഃഖത്തിന് പിന്നിലുള്ള കാരണം ശാരീരികമാണ്. ഇനി നമ്മുടെ അടുത്ത ബന്ധു മരിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ദുഃഖത്തിന് പിന്നിലുള്ള കാരണം മാനസികമാണ്. ഇനി ആധ്യാത്മിക ദുഃഖം എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ആലോചിക്കുക. ഒരു വ്യക്തി നല്ല ആരോഗ്യമുണ്ട്, ദുശ്ശീലങ്ങളൊന്നുമില്ല, മാനസിക സ്ഥിതിയും നന്നായിരിക്കുന്നു. എന്നാൽ ആ വ്യക്തിക്ക് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇനി ഒരു വീട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്, പക്ഷെ എപ്പോഴും ഒരു മാനസിക അസ്വസ്ഥത, അല്ലെങ്കിൽ ഒന്നിനു പിന്നിൽ ഒന്ന്, അങ്ങനെ വീട്ടിൽ പല അസുഖങ്ങൾ വരിക. വീട്ടിൽ നല്ല സുന്ദരിയായ പെൺകുട്ടിയുണ്ട്, നല്ല വിദ്യാഭ്യാസവും ജോലിയുമുണ്ട്, എന്നാലും ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല. ഇനി വിവാഹം നടന്നാൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല. കുട്ടികൾ ജനിച്ചാൽ തന്നെ അംഗവൈകല്യമോ മന്ദബുദ്ധിയോ ആയ കുട്ടികൾ ജനിക്കുക. ഇതിനെയാണ് നമ്മൾ
വിധി അല്ലെങ്കിൽ തലയിലെഴുത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണങ്ങളെയാണ് ആധ്യാത്മിക കാരണങ്ങൾ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലുള്ള കാരണം ആധ്യാത്മികമാണെങ്കിൽ അതിനുള്ള പരിഹാരവും ആധ്യാത്മിക തലത്തിലേതായിരിക്കണം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് പിന്നിലുള്ള കാരണം ആധ്യാത്മികമാണോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഒരു വീട്ടിലെ മൂത്ത മകൻ മനോരോഗിയാണ്. രണ്ടാമത്തെ മകന്റെ വിവാഹശേഷം 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡിവോഴ്സ് നടക്കുന്നു. മൂന്നാമത്തെ മകൻ പഠനം പൂർത്തിയാക്കുന്നില്ല. ഈ വീട്ടിൽ ഒരു മകളുമുണ്ട്. നല്ല ജോലിയുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. എന്നിരുന്നാലും ആ മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇതെല്ലാം കണ്ട് മാതാപിതാക്കൾ ദുഃഖത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ എത്ര പ്രയത്നിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം ആധ്യാത്മികമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എത്ര പ്രയത്നിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരുമ്പോൾ അതിന് പിന്നിലുള്ള കാരണം ആധ്യാത്മികമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണങ്ങൾ ആധ്യാത്മികമായിരിക്കും. ഇത്തരം ദുഃഖങ്ങളെ അകറ്റാൻ സാധന തന്നെയാണ് ആവശ്യം. ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി നേടിയാലാണ് മനുഷ്യജന്മം അർത്ഥവത്താകുക എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി ഇവ ഉപയോഗിച്ച് ഈശ്വരപ്രാപ്തിക്കായി ദിവസവും 2-3 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. സാധന 2 തരത്തിലുണ്ട്. സകാമ സാധനയും നിഷ്കാമ സാധനയും. സകാമ സാധന അതായത് ആഗ്രഹങ്ങളോടുകൂടി ചെയ്യുന്ന സാധന. ഉദാഹരണത്തിന്, മകളുടെ വിവാഹം നടക്കട്ടെ, മകന് നല്ല ജോലി ലഭിക്കട്ടെ, പുതിയ വീട് പണിയാൻ കഴിയട്ടെ മുതലായവ. ഈ രണ്ടാമത്തേതാണ് നിഷ്കാമ സാധന, അതായത് യാതൊരു പ്രതിഫല ഇച്ഛയില്ലാതെ ചെയ്യുന്ന സാധന. സകാമ സാധന ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. നിഷ്കാമ സാധന ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മീയ ഉയർച്ചയുണ്ടാകുന്നു. അതോടൊപ്പം ഭൗതിക ജീവിതത്തിലെ ദുഃഖങ്ങളും കുറയുന്നു. സകാമ സാധനയിലൂടെ ഈശ്വരപ്രാപ്തി ലഭിക്കുകയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ നിഷ്കാമ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പൂർണ്ണമാക്കും എന്ന്. സകാമ സാധന ചെയ്യുന്നവർക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ ഈശ്വരപ്രാപ്തി ഉണ്ടാകുന്നില്ല. ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയാണല്ലോ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നിഷ്കാമ ഭാവത്തോടെ സാധന ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. ഇനി സാധനയിലെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഞാൻ സനാതൻ സംസ്ഥയിലെ സാധികയായ കുമാരി രശ്മി പരമേശ്വരനോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ ഗുരുവായ സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ജയന്ത് ആഠവലേജിയുടെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് വിഷയം ആരംഭിക്കുന്നു. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ 2 സിദ്ധാന്തങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. കർമ്മഫല സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും. കർമ്മഫല സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം അവന് അനുഭവിക്കേണ്ടതായി വരും. നല്ല കർമ്മങ്ങൾ ചെയ്താൽ മാതാപിതാക്കളെ സേവിക്കുക, ധർമ്മകാര്യങ്ങൾക്കായി സംഭാവന നൽകുക, ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലമായി പുണ്യം ലഭിക്കും. എന്നാൽ മറ്റുള്ളവരെ പരിഹസിക്കുക, ഉപദ്രവിക്കുക, മോഷണം, കളവ് പറയുക, ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലമായി പാപം അനുഭവിക്കേണ്ടതായി വരും. പുണ്യകർമ്മങ്ങളുടെ ഫലമായി മനുഷ്യന് സുഖം ലഭിക്കും. എന്നാൽ
പാപകർമ്മങ്ങളുടെ ഫലമായി അവന് ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ഒരുത്തൻ മോഷണം ചെയ്തിട്ടും പോലീസിന് അവനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലോ അവന് ശിക്ഷ കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. കാരണം സർവ്വവ്യാപിയായ ഈശ്വരന് എല്ലാ മനുഷ്യന്മാരുടെയും കർമ്മങ്ങളുടെ കണക്ക് വയ്ക്കാൻ കഴിയും. ഓരോ വ്യക്തിയും ശരീരം, മനസ്സ്, വാണി ഇവ കൊണ്ട് ചെയ്യുന്ന സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും കണക്ക് ഈശ്വരൻ വയ്ക്കുന്നു. നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ പിന്നിൽ നമ്മുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുന്നത്. ഒരു കൊലയാളി ഒരാളുടെ കാല് വെട്ടുന്നതും ഒരു ഡോക്ടർ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അയാളുടെ കാല് മുറിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പുറമേ കാണുമ്പോൾ രണ്ട് കർമ്മങ്ങളും ഒരേപോലെ തോന്നും. പക്ഷേ അവയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശത്തിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. കൊലയാളി ആ വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നാൽ ഡോക്ടർ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് കർമ്മങ്ങളും കാണാൻ ഒരേപോലെ ആണെങ്കിലും അതിൻ്റെ ഫലം വ്യത്യസ്തമായിരിക്കും. ഹിന്ദുധർമ്മത്തിലെ മറ്റൊരു സിദ്ധാന്തമാണ് പുനർജന്മ സിദ്ധാന്തം. ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അവന് ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്നില്ല. ചില കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലം നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനെ നമ്മൾ തലയിലെഴുത്ത് അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നു. അധ്യാത്മശാസ്ത്രത്തിൽ ഇതിനെ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നു. അധ്യാത്മശാസ്ത്രപ്രകാരം കലിയുഗത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ 65% സംഭവങ്ങൾ പ്രാരബ്ധത്തിന് അധീനമായാണ് സംഭവിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 35% ആർജിത കർമ്മമാണ്. അതായത് വ്യക്തിയുടെ പ്രയത്നങ്ങളനുസരിച്ച് അവന് ഫലം ലഭിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 65% കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായിരിക്കും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 2 കുട്ടികൾ പരീക്ഷയിൽ ഒരേ മാർക്കോടെ പാസ്സായി. എന്നാൽ ഒരു കുട്ടിക്ക് പരീക്ഷ പാസ്സായ ഉടനെ തന്നെ ജോലി കിട്ടി. മറ്റേ കുട്ടിക്ക് ജോലി കിട്ടാനായിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. ഇരട്ട കുട്ടികളിൽ തന്നെ ഒരു കുട്ടി നല്ല ആരോഗ്യത്തോടു കൂടി ജനിക്കുന്നു. എന്നാൽ മറ്റേ കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതൽ തന്നെ പല പല അസുഖങ്ങൾ വരുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ പ്രാരബ്ധ പ്രകാരമാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ സുഖപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ ഒപ്പം അവന് ദുഃഖവും കൂടെ അനുഭവിക്കേണ്ടി വരുന്നു? ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം ആധുനിക ശാസ്ത്രത്തിന്, അതായത് സയൻസിന് നൽകാൻ കഴിയുമോ? ഇല്ല. ഇത് അധ്യാത്മശാസ്ത്രത്തിന് മാത്രമേ വിവരിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും പിന്നിലുള്ള കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം പ്രാരബ്ധത്തിന് അധീനമാണെങ്കിൽ പിന്നെ സാധന എന്തിനു ചെയ്യണം എന്നുള്ള ചോദ്യം ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നുണ്ടാകും. അതിൻ്റെ ഉത്തരം എന്തെന്ന് വെച്ചാൽ, ജീവിതത്തിലെ ദുഃഖങ്ങൾ സഹ്യമാകണമെങ്കിൽ നമ്മൾ സാധന ചെയ്യണം. സാധനയിലൂടെ നമുക്ക് മനോബലം ലഭിക്കും. സർജറിക്ക് മുൻപ് ഡോക്ടർ രോഗിക്ക് അനസ്തീഷ്യ കൊടുക്കുന്നു. അനസ്തീഷ്യ കാരണം ഓപ്പറേഷൻ്റെ വേദന രോഗി അറിയത്തില്ല. അതുപോലെ തന്നെ സാധന ചെയ്യുമ്പോൾ പ്രാരബ്ധം അനുഭവിക്കുവാനുള്ള ബലം കിട്ടുന്നു. ദുഃഖം ദുഃഖമായി തോന്നില്ല. നേരെ മറിച്ച് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഭഗവാൻ ഭക്തന് സംരക്ഷിച്ചതായിട്ടുള്ള അനുഭൂതിയും പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ കഥ. വാതരോഗത്താൽ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന മേൽപ്പത്തൂരിന് പണ്ഡിതനായ എഴുത്തച്ഛൻ പ്രതിവിധിയായി മീൻ തൊട്ടു കൂട്ടുക എന്ന ഉപദേശം നൽകി.
ഭഗവാന്റെ ഭക്തനായിരുന്നതിനാൽ മേൽപ്പത്തൂർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ മത്സ്യം മുതലുള്ള ദശാവതാരമാണ് മനസ്സിൽ കണ്ടത്. അവശനായ അദ്ദേഹം തൃക്കണ്ടിയൂരിൽ നിന്നും ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജനമിരുന്നു. അവിടെ വച്ചാണ് ഓരോ ദശകം വീതം ദിവസവും തയ്യാറാക്കി നാരായണീയം ഭഗവാന് സമർപ്പിച്ചത്. 100-ാം ദശകത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തിൻ്റെ വർണ്ണനയുണ്ട്. അത് പൂർത്തിയാക്കിയ ദിവസം മേൽപ്പത്തൂരിന് ഗുരുവായൂരപ്പൻ്റെ ദർശനമുണ്ടായി. അതോടെ അദ്ദേഹത്തിൻ്റെ വാതരോഗവും ശമിച്ചു. പ്രാരബ്ധം എത്ര കൂടുതലാണെങ്കിലും എത്ര തീവ്രമാണെങ്കിലും സാധനയുടെ ബലമുണ്ടെങ്കിൽ ഭഗവാൻ ഈ പ്രാരബ്ധം ഇല്ലാതാക്കുകയോ അതിൻ്റെ തീവ്രത കുറയ്ക്കുകയോ ചെയ്യും. ഈ ഉദാഹരണത്തിൽ നിന്നും മനുഷ്യന് അവൻ്റെ കൈവശമുള്ള ആർജിത കർമ്മമായ 35% പൂർണ്ണമായും ഉപയോഗിച്ചാൽ പ്രാരബ്ധത്തിലുള്ള 65% മറികടക്കാൻ കഴിയും എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ആർജിത കർമ്മം നമ്മൾ സാധന ചെയ്യുന്നതിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി പഠനവും പരിശീലനവും ആവശ്യമാണ്. അതുപോലെ തന്നെ ആധ്യാത്മിക ഉന്നതിക്കായി നമ്മൾ സാധന ചെയ്യണം. ആധ്യാത്മിക ഉന്നതി നേടി മുക്തി ലഭിക്കുന്നത് വരെ നമ്മുടെ ആത്മാവ് വീണ്ടും വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കുന്നു. ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അവന് മുക്തി കിട്ടുമോ? ഇല്ല. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മരണാനന്തരം നമ്മുടെ ലിംഗദേഹം സ്വർഗലോകത്തിൽ പോകുന്നു. നമ്മുടെ പുണ്യഫലം തീരുന്നത് വരെ സ്വർഗത്തിൽ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും പ്രാരബ്ധത്തിലെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ആ ലിംഗദേഹം ഭൂമിയിൽ ജന്മമെടുക്കുന്നു. പാപകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി അധപ്പതിച്ച് അവന് വീണ്ടും മനുഷ്യജന്മം കിട്ടത്തില്ല. ഏതെങ്കിലും പക്ഷിയോ മൃഗമോ വൃക്ഷമോ ആയി അവന് ജനിക്കേണ്ടി വരും. അപ്പം ഈ രീതിയിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. അതായത് സാധന ചെയ്തില്ലെങ്കിൽ പുനരപ്പി ജനനം, പുനരപ്പി മരണം എന്നിങ്ങനെ ഈ ചക്രത്തിൽ നമ്മൾ പെട്ടിരിക്കും. മനുഷ്യൻ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്നതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുക. എന്നാൽ രണ്ടാമത്തെ കാരണം എന്താണ്? നമ്മളെ സൃഷ്ടിച്ച ഈശ്വരനുമായി ഒന്നാകുക. നമ്മൾ സാധന ചെയ്ത് ആത്മീയ ഉന്നതി നേടി ഈശ്വരനുമായി ഒന്നാകണം എന്നതിന് വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യജന്മം നൽകിയിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ പലർക്കും മനുഷ്യജന്മത്തിൻ്റെ ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരമില്ല. അതുകൊണ്ട് ഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിതം മുഴുവനും വീട്, വണ്ടി, സ്വർണം, സ്വത്ത് ഇതൊക്കെ സമ്പാദിക്കുന്നതിൽ തന്നെ ചിലവായി പോകുന്നു. സാധനയുടെ തപോബലവും ഗുരുക്കന്മാരുടെ കൃപാകടാക്ഷവും ഉണ്ടെങ്കിൽ പ്രാരബ്ധം ഇല്ലാതായി ജനനമരണ ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കും. അതായത് മരണാനന്തരം വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കേണ്ടി വരില്ല. സാധന ചെയ്യുന്ന വ്യക്തിക്ക് മരണാനന്തരം സദ്ഗതി ലഭിക്കുന്നു. ആ വ്യക്തിയുടെ ലിംഗദേഹത്തിന് സ്വർഗത്തിനും ഉപരിയായ മഹാ, ജന, തപ്, സത്യ എന്നിവയിലെ ഏതെങ്കിലും ലോകത്ത് സ്ഥാനം ലഭിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് മുൻപോട്ടുള്ള സാധന ചെയ്ത് മോക്ഷപ്രാപ്തി നേടാൻ കഴിയും. ഇതിലൂടെ നമുക്ക് സാധനയ്ക്ക് എത്രയധികം മഹത്വമുണ്ട് എന്നത് മനസ്സിലാക്കാം. കർമ്മഫലത്തിലും പുനർജന്മത്തിലും നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നാം കർമ്മഫലം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്കത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇതുവരെ വിവരിച്ച കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ സുഖത്തിനും ദുഃഖത്തിനും പിന്നിലുള്ള കാരണം നമ്മുടെ തന്നെ
കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പാപത്തിനും പുണ്യത്തിനും അതീതമായ മോക്ഷം പ്രാപിക്കണമെങ്കിൽ സാധനയല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ സാധന, അതായത് നാമജപ സാധന, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പലരും ഇഷ്ടദേവതയുടെ, തനിക്കിഷ്ടമുള്ള ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്. ഏത് ഭഗവാന്റെ നാമം ജപിച്ചാലും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മുടെ സാധനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നാമജപം ഏതാണ്? ആ നാമജപം ചെയ്താൽ നമ്മുടെ ആത്മീയ ഉന്നതി വേഗത്തിലാകും. ഏത് ദേവതയുടെ നാമജപമാണ് നമ്മുടെ സാധനയ്ക്ക് അനുയോജ്യം? നമ്മളെല്ലാവർക്കും കുടുംബത്തിലൊരു കുടുംബദേവതയുണ്ട്. കുടുംബദേവതയുടെ നാമജപം ചെയ്താൽ നമ്മുടെ ആത്മീയ ഉന്നതി വേഗത്തിലാകും. അപ്പോൾ ഇനി നമുക്ക് കുടുംബദേവത, അതായത് കുലദേവതയുടെ നാമജപത്തിനെക്കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ ആധ്യാത്മിക ഉയർച്ചയ്ക്കായി ഏത് ദേവതയുടെ ഉപാസനയാണോ നമുക്ക് ആവശ്യം, ആ ദേവതയുടെ കുടുംബത്തിലാണ് ഭഗവാൻ നമുക്ക് ജന്മം നൽകുന്നത്. കുടുംബദേവതയെ കുലദേവത എന്നും പറയുന്നു. കുലദേവത എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് കുലദേവത എന്ന വാക്കുണ്ടായത്. കുലദേവതയുടെ ഉപാസന ചെയ്യുമ്പോൾ മൂലാധാര ചക്രം പ്രവർത്തനക്ഷമമാകുന്നു. ഇത് ആധ്യാത്മിക ഉന്നതിയുടെ തുടക്കമായാണ് കരുതുന്നത്. പ്രപഞ്ചത്തിലുള്ള സകല ദേവതാ തത്വങ്ങളെയും ആകർഷിച്ച് അവ ഓരോന്നിനെയും 30% വരെ വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് കുലദേവതയുടെ നാമജപത്തിനുണ്ട്. ശിവൻ, വിഷ്ണു, ഗണപതി, ലക്ഷ്മി തുടങ്ങിയ ദേവതകളുടെ നാമം മാത്രമായി ജപിക്കുമ്പോൾ നമ്മളിൽ അതാത് തത്വങ്ങൾ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ ഓരോ വിറ്റാമിനിൻ്റെ ഗുളിക കഴിക്കുന്നതിന് പകരം ഡോക്ടർ എന്താ ചെയ്യുക? ഒരു മൾട്ടി വിറ്റമിൻ ടോണിക് തരും. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ വിറ്റമിൻസും അതിൽ നിന്നും ലഭിക്കും. അതേപോലെ കുലദേവത നമുക്ക് ആവശ്യമുള്ള എല്ലാ ദേവതാ തത്വങ്ങളും നൽകും. പഞ്ചമഹാഭൂതങ്ങളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട തത്വമുള്ള ദേവതയാണ് കുലദേവത. അതുകൊണ്ട് കുലദേവതയുടെ ഉപാസന ചെയ്യുമ്പോൾ ആർക്കും ഉഷ്ണതയുടെയോ മറ്റ് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൽ കുടുംബദേവനും ദേവിയും രണ്ടുപേരും ഉണ്ടെങ്കിൽ കുലദേവിയുടെ ഉപാസന ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും രണ്ടുപേരും ഉണ്ടെങ്കിലും ആദ്യം ഓടിച്ചെല്ലുന്നത് അമ്മയുടെ അടുക്കലാണ്. അപ്പം അതേപോലെ നമ്മുടെ കുടുംബദേവിയാണ് നമ്മുടെ വിളി ആദ്യം കേൾക്കുന്നത്. നമുക്ക് കുടുംബത്തിൽ കുടുംബദേവനും ദേവിയും രണ്ടുപേരും ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബദേവിയുടെ ഉപാസന ചെയ്യുക, കുടുംബദേവിയുടെ നാമം ജപിക്കുക. ഇനി കുലദേവതയുടെ നാമം നമ്മൾ ഏത് രീതിയിലാണ് ചൊല്ലേണ്ടത്? നമ്മളൊരു വ്യക്തിയുടെ പേരെഴുതുമ്പോൾ ആ പേരിന് മുൻപ് ശ്രീ എന്ന് ചേർക്കും. അതേപോലെ കുലദേവിയുടെ നാമം ജപിക്കുമ്പോൾ ആദ്യം ശ്രീ എന്ന് ചേർക്കുക. ദേവിയുടെ നാമത്തിന് ശേഷം ദേവ്യൈ നമഃ എന്ന ചതുർത്ഥി പ്രത്യയം ചേർക്കുക. ഇപ്പോൾ കുലദേവി ദുർഗാദേവിയാണെങ്കിൽ ശ്രീ ദുർഗാദേവ്യൈ നമഃ എന്നിങ്ങനെ ജപിക്കുക. കുലദേവി ഭദ്രകാളി ദേവിയാണെങ്കിലോ ശ്രീ ഭദ്രകാളി ദേവ്യൈ നമഃ എന്നിങ്ങനെ ജപിക്കുക. ഇനി കുലദേവിയില്ല, കുലദേവൻ മാത്രമേ ഉള്ളൂ എങ്കിൽ കുലദേവൻ്റെ നാമം ജപിക്കുക. വെങ്കടാചലപതിയാണെങ്കിൽ ശ്രീ വെങ്കടേശായ നമഃ എന്നിങ്ങനെ ജപിക്കാം. കുലദേവം ഗണപതിയാണെങ്കിലോ ശ്രീ ഗണേശായ നമഃ എന്നിങ്ങനെ ജപിക്കുക. കുലദേവൻ ശിവനാണെങ്കിൽ നമഃശിവായ എന്ന് ജപിക്കുക. കുലദേവത ആരാണെന്ന് അറിയില്ലെങ്കിൽ
കുടുംബത്തിലെ മുതിർന്നവരോടോ ജ്യോത്സ്യന്മാരോടോ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അവരോടൊക്കെ ചോദിച്ചിട്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീ കുലദേവതായേ നമഃ എന്നിങ്ങനെ ജപിച്ചാൽ മതി. നമ്മൾ ഭക്തിഭാവത്തോടു കൂടി കുലദേവതയുടെ ഈ നാമം ജപിച്ചാൽ 5-6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആരെങ്കിലും വഴി നമുക്ക് നമ്മുടെ കുടുംബദേവതയെക്കുറിച്ച് അറിയാൻ കഴിയും. നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിലെ കുടുംബദേവതയുടെ നാമമാണ് ജപിക്കേണ്ടത്. എന്നാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളോ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ കുടുംബദേവതയുടെ നാമമാണ് അവർ ജപിക്കേണ്ടത്. വിവാഹം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ പുനർജന്മമാണ്. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം അവർ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീട്ടിലെ കുടുംബദേവതയുടെ നാമമാണ് ജപിക്കേണ്ടത്. കുലദേവതയുടെ നാമം നമ്മൾ പരമാവധി ജപിക്കുവാനായി ശ്രമിക്കുക. ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിൽ ഈ നാമം നമുക്ക് ജപിക്കാവുന്നതാണ്. എന്നാൽ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഒരു സ്ഥാനത്തിരുന്ന് കണ്ണടച്ച് ഏകാഗ്രതയോടെ ജപിക്കാനായി ശ്രമിക്കണം. ഈ നാമജപത്തിന് ശുദ്ധി അശുദ്ധി, സ്ഥലം, സമയം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് നേരവും ജപിക്കാം. സമയം കിട്ടുമ്പോഴെല്ലാം ജപിക്കാം. പാചകം ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, TV കാണുമ്പോൾ എന്നിങ്ങനെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിൽ ജപിക്കുവാൻ ശ്രമിക്കുക. അനന്തസ്വരൂപിയായ ഈശ്വരനുമായി ഒന്നാകണമെങ്കിൽ നമ്മൾ 24 മണിക്കൂറും സാധന ചെയ്യണം. ജ്ഞാനയോഗപ്രകാരമുള്ള സാധന, അതായത് വേദോപനിഷത്തുകളുടെ വായന, ധ്യാനത്തിലിരിക്കുക, അല്ലെങ്കിൽ യജ്ഞയാഗങ്ങൾ ചെയ്യുക, ക്ഷേത്രദർശനം ചെയ്യുക എന്നിങ്ങനെയുള്ള സാധന നമുക്ക് 24 മണിക്കൂറും ചെയ്യാൻ കഴിയുമോ? ഇല്ല. എന്നാൽ നാമജപം നമുക്ക് അഖണ്ഡമായി അവിരാമമായി ചെയ്യാൻ കഴിയും. 24 മണിക്കൂറും ചെയ്യുവാൻ കഴിയും. കലിയുഗത്തിൽ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് ഭഗവാന്റെ നാമജപം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരും ഭജ ഗോവിന്ദം എന്ന് ഉപദേശിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കും ഈ നാമജപ സാധന ഇന്നു മുതൽ തന്നെ ആരംഭിക്കാം. നമ്മുടെ കുടുംബദേവതയുടെ നാമജപം ചെയ്ത് ആത്മീയ ഉന്നതി നേടാം. ഇനി ഈ പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് മുൻപോട്ടുള്ള കാര്യങ്ങൾ താങ്കളോട് പറയുന്നതിനായി ഞാൻ കുമാരി അദിതി പ്രസാദിനോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ സുഖദുഃഖത്തിന് പിന്നിലുള്ള കാരണം, കർമ്മഫല സിദ്ധാന്തം, പുനർജന്മം, കുലദേവതയുടെ നാമജപത്തിന്റെ മഹത്വം എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് കേട്ട വിഷയങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോം പൂരിപ്പിക്കുക. അതുമല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്ന സാധകരോട് ചോദിക്കുകയും ചെയ്യാം. അധ്യാത്മത്തിൽ സംശയ നിവാരണത്തിന് വളരെയധികം മഹത്വമുണ്ട്. സംശയങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് നന്നായി സാധന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ പ്രഭാഷണം കേട്ടതിനു ശേഷം താങ്കൾ നാമജപ സാധന ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.